ഗൈസ് നമ്മൾ സുമതി വളവിൽ നിൽക്കുവാണ്. നമ്മളിന്ന് സുമതി വളവിൽ പോകാൻ പോകും. അങ്ങനെ വൈകിട്ട് തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ധൈര്യശാലികളായ മാമാരെല്ലാം പിടിച്ച് പാക്ക് ചെയ്തങ്ങ. അതിന്റെ കൂടെ 100 രൂപയുടെ റെയിൻകോട്ടിന്റെ പൊലി കാണിക്കുന്ന നോക്കി. വീട്ടിൽ ഇറങ്ങിയപ്പോഴുള്ള ധൈര്യം എല്ലാം സാറിന് വഴിയിലെത്തിപ്പെടുത്തേക്ക് ചോന്നു പോയി. പോകുന്ന വഴിക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഒരു കവർ വാങ്ങുവാൻ. ഇതിന് കവറെല്ലാം റൈഡിങ് നടക്കത്തില്ലെന്ന്. നമ്മൾ പണ്ട് എവിടെ പോയാലും വൈബായിട്ടേ പോകത്തുള്ളൂ. അതിനിപ്പോ സുമതി ആയാലും സുമതിയുടെ കൂട്ടുകാരിയായാലും. അങ്ങനെ മുന്നോട്ട് പോകുന്നവർ നല്ല ഇരുട്ടി വരാൻ തുടങ്ങി. എത്ര ഇരുട്ടിയാലും നമുക്കൊരു പേടിയില്ല. പിന്നെ കാട്ടിൽ ചെന്ന് പെട്രോൾ ഇരുന്ന് നടക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ കൂട്ടി 2 കുപ്പി പെട്രോളും വാങ്ങി. പണ്ടെങ്ങനെയാണല്ലോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പാട്ടാണ് ആദ്യം വരുന്നത്. ഈ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല സുമതി വളവ് എത്താറായിട്ടുണ്ടെന്ന്. സഞ്ജുവിന് സാറിന്റെ ടിപ് ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ സുമതിയെ പെണ്ണാലേക്കും വരുന്ന നടക്കാം. ഇവിടെ പറയുന്ന പോലെ ഒന്നുമില്ല. അതാണ് ഞങ്ങൾ ഇപ്പൊ സുമതി വളവിലാണ് നിൽക്കുന്നത്. ഇവിടെ വല്ലതും ഉണ്ടോ? ഒരു തേങ്ങയില്ല, നമ്മള് കണ്ടിട്ടില്ല. യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കാണുന്ന പോലെ ഇവിടെ സുമതി പോയിട്ട് സുമതിയുടെ നിഴല് പോലും ഇല്ല. പിന്നെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന കെട്ടുകളാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സുമതിയെ കണ്ടില്ലേലും ഒതുക്കിയിട്ടൊരു കാര്യം 1 vs 2 മാച്ച് നടക്കുന്ന ഞാൻ കണ്ട്. മാച്ചൊക്കെ കണ്ട് ക്ഷീണിതരായ ഞങ്ങൾ നേരെ കൊല്ലത്തോട്ട് വിട്ടു. അങ്ങനെ നമ്മൾ ക്ഷീണം മാറ്റാൻ വന്നത് നേരെ ചീഫ് ഫാക്ടറിയിലോട്ടായിരുന്നു. ഇച്ചക്കെന്നെ ഇഷ്ടല്ലേ? അങ്ക് ഓക്കെന്നെ എന്തായാലും ഒരു ക്രിഞ്ച്, മഞ്ജു വരെ മെൽറ്റാവുന്ന ക്രിഞ്ച്. ഇതൊക്കെ നമ്മളെ മാത്രമേ ചോക്കുള്ളൂ. അവസാനം നമ്മളെ ക്യാപ്പിച്ചിനോ എത്തി. നമ്മൾ വലിയ പുള്ളികളായതുകൊണ്ട് ഇതൊക്കെ കുടിക്കും. സാറിന് എന്താ മഞ്ജു പോയ രഞ്ജുവിന്റെ അമ്മ അങ്ങനെ പറയാനായിട്ട് പോലും ഞങ്ങൾക്കൊരു മഞ്ജു ഇല്ല. ഞങ്ങൾ ഇങ്ങനെ ക്യാപ്പിച്ചിനെ കുടിച്ച് ഇങ്ങനെ നിൽക്കാൻ നേരത്താണ് നമ്മളെ കണ്ണിൽ ഒരു പാവപ്പെട്ട ചെറുക്കനെ കണ്ടുവിട്ടത്. അതെല്ലാം പറക്കി തിന്നോണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ. അപ്പൊ ബാക്കി പിന്നെ